അമ്മ നമ്മുടെ ജീവിതത്തിൽ രണ്ട് സാധനങ്ങൾ മസ്റ്റായിട്ടുണ്ടാവും. ഒന്ന് അറിവ്, രണ്ട് തിരിച്ചറിവ്. സിനിമ അസ്ഥിക്ക് പിടിച്ച സമയം വീട്ടുകാരെ പുച്ഛിച്ച് ഞാൻ നേരെ കൊച്ചിക്ക് സ്കൂട്ടായി. ഇവിടെ എത്തിയപ്പോഴാണ് രണ്ട് കാര്യം മനസ്സിലായത്. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നും പിന്നെ ഇമ്മടെ പാത്തിച്ചിരി ടഫാണെന്നും. അങ്ങനെ ഈ കടയിൽ നമ്മൾ സ്ഥിരം കസ്റ്റമർ അഡ്മിഷൻ എടുത്തു. ഇതിപ്പാരാ? അമ്മയ്ക്കറിയാലോ ഞാൻ വന്നാൽ ശരിയാവില്ല. ആരാ? ഞാൻ ഈ കടയിൽ സ്ഥിരം. ഓ അല്ല, ഈ കടയിൽ സ്ഥിരം ആളാണ്. അല്ല, ഇടയ്ക്ക് മാത്രം. ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോകും, അതാവും കാണാത്തത്. ഓ, ഒരു മിനിറ്റ്. ഓ ഓക്കെ. അമ്മച്ചിയ, ഒറ്റ മിനിറ്റ്. ആ പറയ്. ആ പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് എന്തായാലും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായില്ലേ, ഇപ്രാവശ്യം എന്തായാലും ഉണ്ട്. 150ാമത്തെ തിരുനാളല്ലേ, എന്തായാലും മറക്കാണ്ട് ഞാൻ എന്തായാലും അവിടെ ഉണ്ട്. ഓക്കെ, അവിടെ പെരുന്നാളാണേ. അയ്യോ, ഞാൻ ഇന്ന് പോവാൻ നോക്കും. ആ ശരി, കുറച്ച് അത്യാവശ്യമാണ്. അപ്പോൾ കാണാം. പോണോ? പോയാൽ ശരിയാവൂ? വിഷമിക്കണ്ട കേട്ടോ, എൻ്റെ മോനെ പുണ്യാളം കാത്തോളൂ. ചേട്ടാ, ഒരു പാവർട്ടി. നീ എപ്പ നാട്ടിലെത്തി? ഞാൻ ദേ വരണ വഴിയാ. പെരുന്നാളൊക്കെ അല്ലേ? ആ, പാവത്തി അതെ, പെരുന്നാള്. ആ അതിനു വേണ്ടി ഞാൻ വന്നത്. ഗിരിയേട്ടൻ ഒരു ചായ എടുത്തോ? ചേട്ടാ, സ്ട്രോങ് അല്ലേ? ഇതെവിടെ പോയി? കുളി കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിയതാണല്ലോ, പിന്നെ അതവിടെ പോവാനാ? ഷടാ, ഇത്
ആൽബിയെ ഏ ഏയ് താൻ എന്തുട്ടാ തപ്പണേ? അത് എൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, അത് കാണാനില്ല, അതാ തിരയുണ്ടായിരുന്നേ. ആ അത് വിട്. അല്ല തൻ്റെ വീടപ്പോൾ ഇവിടെയാ? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ, പള്ളിയുടെ അടുത്തായിട്ട് വരും. ആ എൻ്റെ വീട് പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ വീടായി. അതെ, അപ്പം ഞാൻ വരുമ്പോൾ തന്നെ കണ്ടില്ലല്ലോ. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ കണ്ടൂല. ഞാൻ ചായ പിടിച്ച് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അതെ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഞാൻ ആ വഴിക്കാ, ഒരുമിച്ച് പോവാം. ഗിരിയേട്ടാ അപ്പം ശരി. ഗിരിയേട്ടാ, പെരുന്നാളടിച്ച് വിളിക്കട്ടാ. ഓക്കെടാ. ഇവിടെ ഏറ്റവും നല്ല ചായക്കട എന്ന് പറയുന്നത് നമ്മുടെ ഗിരിയേട്ടൻ്റെ ചായക്കടയാ, വേറെ എവിടെയില്ല. ആ ഇവിടെ ആകെ മാറിയില്ലേ? ഏയ് ഇവിടെ ഒന്നും വലിയ മാറ്റമല്ലടാ, പക്ഷെ പള്ളി ഉണ്ടല്ലോ, അത് കിട്ടിക്ക്. ഞാൻ ഇവിടുന്ന് പോയ പിന്നെ പള്ളിയൊന്നും മര്യാദയ്ക്ക് കണ്ടിട്ടേ. ബെസ്റ്റ്. അപ്പം ഞാനാ ബെറ്റർ. ഇതെന്റെ വീട്. അതെ, എന്നാ ശരി, ഞാൻ പള്ളിയിൽ പോട്ടെ, നമുക്ക് അവിടെ വെച്ച് കാണാം. പള്ളിക്കല്ലേ? ഞാൻ കൊണ്ടാക്കി തരാം. ആ ഞാൻ കൊണ്ടാക്കി തരാം, വായോ, വീട്ടിൽ കയറിയിട്ട് പോവാ. അങ്ങനെ ആവട്ടെ. അമ്മ അമ്മ ഒരു ചായ കുടിച്ചാല? ഇവനെ ആരോട് ഈ തന്നെ സംസാരിച്ചിട്ട് പോണേ? ആ എന്തേലും കാണിക്കട്ടെ. അമ്മ മടുക്കളയിലാവും. നിങ്ങളെവിടെയാ? ഓ, നീ എന്താ അവിടെ നിൽക്കണേ? അകത്തേക്ക് കയറിയോടാ. അമ്മ എൻ്റെ ലോക്കറ്റ് കാണാലെന്നാ. ആ മോനെ, നീ വന്നാ? അമ്മ പറഞ്ഞിട്ട് പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ, എന്താ നിന്റെ കോലം? വീട്ടിലല്ലോ നിൽക്കണേ, പുറത്തല്ലേ. എന്തുണ്ടാക്കണേ? ബീഫാ? അതേടാ. നീ എന്തൊരു കാണാനില്ലെന്ന് പറഞ്ഞേ? അത് വിട അമ്മ. ഇത് അവനെവിടെ? ലോക്കറ്റല്ലേ കാണാനില്ലെന്ന് പറഞ്ഞേ? അതല്ലേ നിന്റെ കയ്യുമേ? ലോക്കറ്റൊക്കെ എൻ്റെ കയ്യിൽ വന്നു. നിങ്ങൾ അത്ഭുതങ്ങൾക്കായി ആകാശം നോക്കിയിരിക്കേണ്ടതില്ല, കാരണം അത്ഭുതങ്ങൾ എപ്പോഴും മിന്നൽ പിണരുകളായി വരണമെന്നില്ല. നിങ്ങളത് തിരിച്ചറിയണമെന്നില്ല. പ്രതീക്ഷകൾ അവസാനിക്കുമ്പോഴാണ് ഭയം ഉടലെടുക്കുന്നത്. ഇതിന് രണ്ടിനും ഇടയിലാണ് വിശ്വാസം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അവരുടെ കണ്ണുകളിൽ ഞാൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യം എനിക്ക് കാണാം. ഈ നാടിനു വേണ്ടി കാവലായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി എന്നും ഞാൻ കൂടെ ഉണ്ടാകും. ആരും കാണാത്ത, ആരും അറിയാത്ത കാവൽ.